അയാൾ കൂടുതലും ചെയ്യുന്നത് സെക്ഷൽ അബ്യൂസൊക്കെയാണ് അയാൾ മറ്റുള്ള തടവുകാരെ ചെയ്യുന്നത്. ഗോവിന്ദസ്വാമിയെ നിങ്ങൾ തൂക്കിയെടുക്കുന്ന സീനിൽ കാണുന്ന അവിടെ നിൽക്കുന്ന സ്റ്റാഫ് മുഴുവൻ കണ്ണൂർ സെൻട്രലിലെ സ്റ്റാഫാണ്. ജയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എസ്കേപ്പാണ്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ സ്ഥലത്ത് മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. 10-ാം ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു അതിനുള്ളിൽ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം അതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നും. സിംഗിൾ സെല്ലെന്ന് പറഞ്ഞാൽ 2 പേരൊക്കെ ഇടാം, 3 പേരെ വരെ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും ജയിലിൽ ഓവർ പോപ്പുലേറ്റഡാണ്. പൊതുസമൂഹം നമ്മൾ സിനിമയെ കാണുന്നതാണ് കൂടുതലും ജയിലുകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക. എപ്പോഴും ജയിലിൽ പോകാൻ സാധ്യതയുള്ള ആളുകളായിട്ട് തന്നെ നമ്മളെ പിടിച്ചിരിക്കുന്നത്. കണ്ണൂർ സെൻട്രലിലെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പടി അതേപടി കിടക്കാന്ന് വെച്ചാൽ വളരെ ഷാബിയായിട്ടുള്ളതും വളരെ അതുപോലെ ജയിലില്ല. നിങ്ങളുടെ ഇടയിലുള്ള മാനസിക രോഗികളെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെയാണ് തടവ്. നിങ്ങൾക്കറിയോ ഏറ്റവും നന്നായിട്ട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലമാണ് ജയിൽ, ലൈബ്രറി ഉള്ളത്. ഏറ്റവും നന്നായിട്ട് വായനയുള്ള നടക്കുന്ന സ്ഥലമാണ്. അത് അന്നൊന്നും മാത്രമല്ല ഇന്നും എപ്പോഴും ഉള്ള സംഭവമാണ് ജയിലിനുള്ളിൽ വയലൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ജയിൽ ജീവിതങ്ങളെ കൂടുതലായിട്ട് അറിയുകയും കുറ്റവാളികളോട് ഇടപഴകുകയും ചെയ്തിട്ടുള്ള ജയിൽ സൂപ്രണ്ട് ഡോക്ടർ പി വിജയൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. സാർ 30 വർഷങ്ങളായി ഈ ജയിലിലും ജയിലിൻ്റെ പരിസരങ്ങളിലൊക്കെ ജീവിതം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം അവസാനമായിട്ടുണ്ടായിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇപ്പം വിവാദമായിരിക്കുന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും നടന്നിട്ടുള്ളത്. അപ്പം ഈ പുള്ളി സാറുണ്ടായിരുന്നപ്പോൾ ഈ ഗോവിന്ദച്ചാമി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇയാളുടെ ഒരു ബിഹേവിയർ മൊത്തത്തിൽ ആ ജയിലിൽ? ഗോവിന്ദസ്വാമിയൊക്കെ കൂടുതലും പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ 24 hours പൂട്ടിയിടുന്ന ഒരു തടവാരനൊന്നും അല്ല. അയാൾ പുറത്തുണ്ടാവും. പിന്നെ സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിഹേവിയറിൽ അങ്ങനെ ഒന്നുമില്ല. ഈ 10-15 വർഷമായിട്ട് കിടക്കുന്നൊരു തടവുകാരൻ സാധാരണ പോലെ തന്നെ. പിന്നെ അയാളൊരു റൂഡ് ക്യാരക്ടറാണ്. മറ്റുള്ളവരോടൊക്കെ അടി ഉണ്ടാക്കുക അതൊക്കെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഞാനുള്ളപ്പോൾ തന്നെ അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അയാളെ ഈള് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് അങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ പരിവർത്തനത്തിലുള്ള സാധ്യതയോ ഒന്നും തന്നെ നമുക്ക് ഏശത്തില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ അയാളുടെ ബുദ്ധിയില്ലായ്മ എന്ന് വെച്ചാൽ തലച്ചോറ് അതിനുള്ളതൊന്നും കാണത്തില്ല. അങ്ങനെയുള്ളൊരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്കൊരു ഏത് തെറ്റാണോ ശരിയാണോ എന്ന് എന്താ പറയുക വിവേചിച്ച് കാണാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാവണ്ടേ. അങ്ങനെയൊന്നുള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്ന ഭയങ്കര ഒരു സുരക്ഷാ മേഖല എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അതായത് ഒരു ഭയങ്കര കുറ്റവാളികളായിട്ടുള്ള ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ആളുകളെ മാത്രം പാർപ്പിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ പുറത്തൊക്കെ വരുന്നത്. അത് അങ്ങനെ തന്നെയാണോ കണ്ണൂർ അല്ലെങ്കിൽ മറ്റ് ജയിലുകളിലും അവരെ മാത്രം പാർപ്പിക്കുന്ന ഒരു പ്രത്യേക ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബാത്റൂമിൽ പോകാൻ വരെ ഒരു പോലീസുകാരൻ കൂടെ പോകുന്ന ജയിലർ കൂടെ പോകുന്ന അങ്ങനെയൊക്കെ ഒരു സംവിധാനം തന്നെയാണോ? ഇല്ല, അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പുറത്തുള്ള മനുഷ്യർക്ക് ജയിലെന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിനുള്ളിലൊരു ഈ പ്രകാരം ഒരു വാർത്ത വരുന്നു 10-ാം ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു അതിനുള്ളിൽ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനം അതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നും. എല്ലാ സെൻട്രലുകളിലും ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമോ നമ്മളിങ്ങനെയുള്ള കുറച്ചുകൂടെ നമുക്ക് സെക്യൂരിറ്റി ആവശ്യമുള്ള നിരീക്ഷണം ആവശ്യമുള്ള തടവുകാരെ പാർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാകും. അതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ചാൽ ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത് അതിനൊരു സെപ്പറേറ്റ് സ്ഥലം തന്നെയാണ്. അതിന് ആ വാതിലിൽ കൂടെ അതിൻ്റെ ഗേറ്റിൽ നമ്മൾ ഒരു ആളുണ്ടാവും. അപ്പോൾ അധികം പുറത്തേക്ക് അങ്ങനെ ആളിനെ കയറ്റി വിടാറില്ല. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. ഉള്ളിൽ തന്നെയാണ് അവരുടെ ജീവിതം. അപ്പോൾ അതല്ലാതെ അതിനപ്പുറത്ത് CCTV ഉണ്ട്. CCTV സംവിധാനം ബ്ലോക്കുകളിലുണ്ട്. നമ്മളല്ലാതെ ഓരോ വ്യക്തിയുടെ റൂമിലേക്കൊന്നുമില്ല, ബ്ലോക്കുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഉദ്യോഗസ്ഥരുണ്ടാവും എന്നുള്ളതാണ്. നമ്മളതിന് സെപ്പറേറ്റ് ഡ്യൂട്ടിക്ക് ആളിനെ ഇടുന്നുണ്ട് ഈ ഒരു ബ്ലോക്കിലേക്ക്. അത്രയൊക്കെ ഉള്ള അവിടെ ഉള്ളൂ. നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥര് 10-ാം ബ്ലോക്കിനകത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇയാൾക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാനും ജയിലിൽ അത്രയും ദൂരം നടന്നുപോയി ഈ മതിലിൻ്റെ അവിടെ വരെ എത്താനും ജയിലിൽ ചാടാനും ഒക്കെ പറ്റി അതിനൊരു സാധ്യത. പിന്നെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ജയിലിൽ കൂടെ ഒരു കുറ്റവാളി തടവുകാരനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ പോലും അറിയാതെ ഈ ഇറങ്ങി വരാനും ജയിലിൽ ചാടാനും അത്രയൊരു സാധ്യത ഉണ്ടോ അവിടെ? ഇല്ല, ഞാൻ റിട്ടയർ ചെയ്തിട്ടിപ്പം 1 വർഷം കഴിഞ്ഞു. ഇപ്പം എങ്ങനെയാണ് അത് അവിടുത്തെ ഡ്യൂട്ടി ക്രമോ അല്ല മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു രീതി വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിനുള്ളിൽ കൂടുതൽ സിംഗിൾ സെല്ലുകളാണ് ഇവിടെ. സിംഗിൾ സെല്ലെന്ന് പറഞ്ഞാൽ 2 പേരൊക്കെ ഇടാം, 3 പേരെ വരെ നമ്മൾ ഇടുന്നുണ്ട് അതിനകത്ത്. കാരണം എപ്പോഴും ജയിലിൽ ഓവർ പോപ്പുലേറ്റഡ് ആണ്. മറ്റ് ബ്ലോക്കുകളൊക്കെ തന്നെ നിറയെ ആളുകളാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ഇടേണ്ട ആളുകൾ അവിടെ ഇട്ടേ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ റൂമിൽ വേറെ ആളുണ്ടാവാം.
അപ്പോൾ നമ്മളല്ലാതെ ഒരു രീതിയൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇയാളിപ്പോൾ അത് ചെയ്ത് എന്നുള്ള ആ രീതിയിലൊന്നും അവിടെ ജീവനക്കാർക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാളുണ്ടായിരുന്നു, അവർ ഇട്ടിട്ടുണ്ടാവാം. പിന്നെ അഴി മുറിച്ചു എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ കേൾക്കുന്നത്. അപ്പം മുറിച്ചു എന്നുള്ള സംഭവം, മുറിച്ചു എന്നുള്ളത് ഒരു സെക്യൂരിറ്റി ലാപ്സ് തന്നെയാണ്. നമ്മൾ കമ്പി അഴി അറുത്തു പോകുന്നത്. ആയിക്കോട്ടെ, കമ്പി അഴി അറുത്തു, അയാൾ പുറത്തു വന്നു. പുറത്ത് വന്നതിന് ശേഷം അയാൾക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ടല്ലോ. ആ സമയത്തിനുള്ളിലാണ് ഇയാൾ ഈ പറയുന്ന തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് ഞാനും അറിയുന്നത്. എന്ന് പറഞ്ഞാൽ കമ്പി മുറിച്ചു എന്ന് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് എനിക്കറിയില്ല, അവിടെ അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയാണ് പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സാർ ഇത്രയും ദൂരം ഞാൻ ചോദിക്കുന്നതാണ്, ഈ 10ാം ബ്ലോക്കും മതിലും തമ്മിലൊരു ഒരു നിശ്ചിത ദൂരം ഉണ്ടാവില്ല. ഈ ഒരു ദൂരം പോയത് വരെ ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ? അല്ല, ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം CCTV നമുക്കൊരു കൺട്രോൾ റൂമുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ മറന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 140 ക്യാമറകളാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ളത്. അത് 114 മറ്റേ പുറത്തകത്തൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 150 APOമാരാണ് കൺട്രോൾ സെൻറ്ററിലുള്ളത്. APO എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. പിന്നെയുള്ള അതിൻ്റെ മേലുള്ള ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. ഈ 2 വിഭാഗമാണ് തടവുകാരുമായിട്ട് നേരിട്ടുള്ള സംസാരവും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവരെ സംബന്ധിക്കുന്ന അവരുമായിട്ടുള്ള കാര്യങ്ങളും ഏർപ്പെടുന്ന ആളുകൾ. ബാക്കിയുള്ള സൂപ്പർവൈസറി തസ്തികയിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അവിടെ സംബന്ധിച്ച് ഈ 150 APOമാരുണ്ടെങ്കിൽ അതിലൊരു കുറേ ആളുകൾ ഓഫീസ് ജോലി, മറ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ള ജോലികളൊക്കെ തന്നെ ഏതാണ്ട് 10-30 പേരോളം അങ്ങനെ പോകും. പിന്നെ വരുന്ന 120ഓളം പേരിൽ കുറേ ഒഴിവുണ്ടാകും. പിന്നെ കുറച്ച് പേര് ലീവ് അങ്ങനെയൊക്കെ പോകും. നമുക്ക് കിട്ടുന്നതിൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 70 പേരെങ്കിലും പകൽ സമയത്ത് ഡ്യൂട്ടിക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ പകൽ രാത്രിയായിട്ടാണല്ലോ ഡ്യൂട്ടി. രാത്രിയിലേക്ക് നമുക്ക് അവിടെ ആളിനെ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഡ്യൂട്ടിയിൽ. പകൽ കുറവ് തന്നെയാണ് എപ്പോഴും. മതിയായ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ CCTVയിലേക്ക് നമ്മളൊരു 3-5 പേരെ, ഞാനുള്ള സമയത്ത് നമ്മൾ 5 പേരെ പ്രത്യേകം മാറ്റി വെച്ചിരുന്നവരെ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ CCTVയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ എടുത്തിട്ടാണ് രാത്രി ഒരു എമർജൻസി വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത് പറ്റും. കാരണം ബ്ലോക്കിൽ നിന്ന് എടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ ഷോർട്ടേജാണ് ഭയങ്കരമായിട്ട്, സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്. അപ്പം ഈ ഒരു മനുഷ്യനെ അവിടെ ഡ്യൂട്ടിക്ക് രാത്രി ഉള്ളെങ്കിൽ, ഒരു സ്റ്റാഫേ ഉള്ളെങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ പറ്റില്ലല്ലോ. ഉണർന്നിരിക്കുന്ന അല്ല, മീൻസ് ഈ ക്യാമറകളെന്ന് പറയുന്നത് ഒരു മോണിറ്ററിൽ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ കഷ്ണമായിട്ടുള്ള ഒരു കുറേ ക്യാമറകളല്ലോ അല്ലേ. അപ്പോൾ ഓരോന്നും നമുക്കിങ്ങനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സൂം ചെയ്ത് ഈ മറ്റേ 10ാം ബ്ലോക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ കണ്ണ് വെട്ടാൻ സാധ്യതയുണ്ട്, ക്യാമറേനെ മാറ്റി നോക്കാൻ സമയമുണ്ട്, ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത ബ്ലോക്കിലേക്ക് ശ്രദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ കറങ്ങി വരുമ്പോഴൊക്കെ തന്നെ സമയം കിട്ടും. അതിനൊക്കെയാണ് സാധ്യതയുള്ളത്. നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ ഒരു വീഴ്ച എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാൻപവറിൻ്റെ കുറവ് കൊണ്ടൊക്കെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടുത്തെ ഫെൻസിങ്, അതായത് ആ കമ്പികളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയായിരുന്നല്ലോ. അപ്പോൾ അത് കുറേ കാലമായോ അങ്ങനെ കിടക്കുന്നു? അത് കുറേ കാലമായി. അത് പ്രവർത്തനം ചെയ്തുകൊണ്ട് കുറേ കാലം. അതിനിടയ്ക്ക് ഞാനുള്ളപ്പോൾ വലിയ മതിൽ തന്നെ കുറേ പോർഷൻ ഇടിഞ്ഞു പോയി. കഴിഞ്ഞ 2024 അല്ല 23 വലിയ മഴയ്ക്ക്, നമ്മുടെ മൺസൂൺ കാലത്ത്. അപ്പോൾ അത് കുറേ നാൾ അപ്പോൾ ആ ഭാഗത്തെ തന്നെ ഫെൻസിങ് ഇത് കട്ടായിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം കട്ടായിപ്പോയി. അതിന് പിന്നെ തന്നെ പ്രവർത്തനരഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയാക്കി എടുക്കണേ നല്ല ചിലവ് വരുന്നൊരു സംഭവം കൂടിയാണ്. അതൊക്കെ പേപ്പറൊക്കെ നീങ്ങിയിട്ടുള്ളതാണ് നേരത്തെ തന്നെ. ഇപ്പോൾ ഇയാൾ ഭയങ്കര, ഈ ഗോവിന്ദസ്വാമി ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ള, മീൻസ് പ്രശ്നക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലേഡ് കിട്ടുകയും അതുപോലെ തന്നെ ഇയാളുടെ കൂടെ ഒരു സഹതടവുകാരൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അയാളുടെ ജീവനും കൂടെ അപകടത്തിലായിരുന്നല്ലോ. ഇയാൾ മറ്റേ മനുഷ്യ പറ്റില്ലാത്തൊരു മനുഷ്യനാകുമ്പോൾ വേണമെങ്കിൽ ഇയാളെ കൊന്നുകളയാന്ന് തോന്നിക്കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ ഇതിലേക്ക് പോകില്ല. അപ്പോൾ ഇതൊരു സുരക്ഷാ പ്രശ്നമല്ലേ? ഈ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല എന്ന് പറയുന്നത് വലിയൊരു പരിമിതിയല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഇത്രയും കൊടും കുറ്റവാളികളെങ്കിലും സിംഗിൾ സെല്ലിൽ പാർപ്പിക്കാൻ പറ്റണ്ടേ? അല്ല, അതൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ടല്ലോ, നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കുന്ന ആരും അങ്ങനെ കാണത്തുള്ളൂ. സുരക്ഷാ പ്രശ്നമുണ്ടല്ലോ എന്ന കാര്യത്തെക്കുറിച്ച്. അതിനുള്ളിൽ ഈ പറയുന്ന ഏതാണ്ട് 40 ഏക്കറോളം അതിൽ കൂടുതൽ സ്ഥലമുണ്ട് ഈ ജയിലിനുള്ളിൽ തന്നെ. നിറയെ മരങ്ങളാണ് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. വലിയ ബ്ലോക്കുകളോ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന ബ്ലേഡോ അല്ലെങ്കിൽ ഈ പല ചെറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു തടവനെ സംബന്ധിച്ചിടത്തോളം ഒരാണി പോലും വലിയ കാര്യമാണ്, അയാൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതിനുള്ളിൽ നമ്മുടെ മാനുഫാക്ചർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. പിന്നെ ഇവർ തന്നെ കടത്തിക്കൊണ്ട് വരും. അവർ കോടതി പോയിട്ട് വരുമ്പോഴൊക്കെ വരുമ്പോൾ കടത്തിക്കൊണ്ട് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇയാൾക്ക് എവിടെന്നെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല.
അത് ഈ പറയുന്ന പോലെ തന്നെ അതിന് സാധ്യതയുണ്ട്. ഈ സുരക്ഷാ പ്രശ്നമൊന്നും അതിൻ്റെ കൂടെ കിടക്കുന്ന തടവുകാരൻ. പക്ഷെ അയാൾ ഉദ്ദേശിച്ച ഇതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹതടവുകാരനെ കഴിവതും അയാൾ കണക്കാതിരിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പോസിബിലിറ്റിനെ കുറിച്ച്, ഏത് പോസിബിലിറ്റി? അതായത് കൊല്ലാനുള്ള ഒരു സാധ്യതയെ കുറിച്ച്. കൊല്ലാനുള്ള സാധ്യത അത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. അയാളെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അവിടെ കിടക്കുന്ന ഒരാളെന്നുള്ളതിൽ അയാൾ കൂടുതലും ചെയ്യുന്നത് സെക്ഷൽ അബ്യൂസൊക്കെയാണ് അയാൾ അവിടെ മറ്റുള്ള തടവുകാരെടുത്ത് ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് ആഹാരം വേണം, അതിനുള്ള പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എങ്ങനെ ഇപ്പൊ കൊടുക്കുന്നതിന് പുറമെ അയാൾക്ക് നന്നായിട്ട് ആഹാരം കഴിക്കുന്നത്. സാർ, പിന്നെ നമ്മളിപ്പം ഗോവിന്ദസ്വാമിനെ നോക്കുകയാണെങ്കിൽ ഇയാളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു പിക്ചർ നോക്കിയിരുന്നത് കുറച്ച് തടിച്ച് താടിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നല്ലോ. ഇപ്പം നോക്കുകയാണെങ്കിൽ താടിയും മുടിയൊക്കെ വളർന്ന് മെലിഞ്ഞ് എല്ല് പോലെയായി മറ്റേ എല്ലാം എണ്ണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഈ താടിയും മുടിയും വെട്ടുന്ന സംവിധാനമൊക്കെ ജയിലിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്. ഇയാളിങ്ങനെ ക്രമാതീതമായിട്ട് മെലിയുകയും അതുപോലെ തന്നെ താടിയും മുടിയൊക്കെ വളരുകയും ചെയ്യുമ്പോൾ ഇയാളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കില്ല ആരും. ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഈ നമ്മൾ ചർച്ചകളിലും അല്ലെങ്കിൽ മാധ്യമത്തിലൊക്കെ വരുന്ന സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന വാർത്ത പറയുന്നത് വെച്ചാൽ ഇയാൾ ചപ്പാത്തി വാങ്ങിയില്ല, ചോറ് വാങ്ങിയില്ല എന്നിങ്ങനെ പറയുന്നത്. പക്ഷേ അതിന് എന്ത് തെളിവാണെന്ന് എനിക്കറിയില്ല. ചോറ് വാങ്ങുന്നില്ല എന്ന് പറയുന്നതിനെ എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാൾക്ക് ഡയറ്റ് മാറ്റണമെങ്കിൽ സ്വന്തമായിട്ട് മാറ്റാൻ പറ്റില്ല. അയാൾ ഡോക്ടറെ കണ്ടിട്ട്, അതിനുള്ളിൽ ഡോക്ടറുണ്ട്, നമുക്കൊരു PHC ലെവലുള്ള ഹോസ്പിറ്റലുണ്ട് അതിനുള്ളിൽ. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അയാൾക്കിപ്പം ഷുഗർ പേഷ്യൻ്റാണ്, ഒരു ചപ്പാത്തി ഡയറ്റ് എഴുതണമെങ്കിൽ മെനു ഉണ്ട്. മെനുവിലെ ഡയറ്റ് കൃത്യം പറയുന്നുണ്ട്, ചപ്പാത്തി ഡയറ്റ് എന്താണ്, മറ്റു ഡയറ്റ് എന്താണ്. എങ്കിൽ മാത്രമേ ഡോക്ടർക്ക് എഴുതാൻ പറ്റുള്ളൂ. അയാളെ മെഡിക്കലി എക്സാമിൻ ചെയ്ത് അസുഖം ഉണ്ടെന്ന് കണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന രീതിയിൽ ചോറ് വാങ്ങാതിരിക്കാനും പറ്റില്ല. നമ്മൾ ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് റേഷൻ എടുക്കും. 200 ഗ്രാം അരിയുടെ ചോറ് ഉച്ചയ്ക്കും, അല്ല 250 ഗ്രാം അരിയുടെ ചോറ് ഉച്ചയ്ക്കും ഒരാൾക്ക്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ് ഒരാൾക്ക് എടുക്കും. നമ്മളാരും കഴിക്കില്ല 1 കിലോ അരിയുടെ ചോറ്. കുടുംബത്തിലുള്ള അരിയുണ്ട്, അപ്പം മനസ്സിലാവും. അത്രയുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങാതിരിക്കാനുള്ള ഇതൊന്നും അയാൾക്കില്ല. നമ്മൾ കൊണ്ടുവന്ന് ആ ബ്ലോക്കിലേക്ക് കൊണ്ടുവന്ന് ഇത് വിളമ്പുമ്പം എല്ലാവരുടെയും പ്ലേറ്റിൽ എല്ലാവർക്കുമായിട്ടാണ് വിളമ്പുന്നത് കൊടുക്കുന്നത്. അപ്പോൾ അവൻ വാങ്ങുന്നില്ല, നിരന്തരം വാങ്ങുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തന്നെ ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകുന്നു. ചപ്പാത്തിക്ക് കൊടുക്കാനും പറ്റില്ല. കാരണം ചപ്പാത്തി ഡയറ്റ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ചപ്പാത്തി ഉണ്ടാക്കി കാണുന്നവർക്കെല്ലാം കൊടുക്കുമല്ല. ചപ്പാത്തി കണക്കുണ്ട്, ആ കണക്കിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ ചപ്പാത്തി മാത്രമേ വാങ്ങിയുള്ളൂ എന്ന് പറയുന്നതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്താ ന്യൂസ് ഒന്നും ഉദ്ദേശിക്കുന്നത്. ജയിലിലെ ഫുഡ് മെനു എങ്ങനെയാണ്? ജയിലിലെ മെനു വളരെ വിശാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ മെനു എന്ന് പറയുന്നത് അത് അല്ല 2014 നമ്മൾ നിയമം, പഴയ നിയമം നമ്മൾ പരിഷ്കരിച്ചു. അത് അപ്പോൾ തന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വേണ്ടപ്പെട്ടവരെല്ലാം ന്യൂട്രീഷനിസ്റ്റൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു മെനു അപ്പോൾ ഉള്ളത്. മെനുവിൽ ഇപ്പം നമ്മളെ വീട്ടിലെ എല്ലാ കറികളും ഏകദേശം മെനുവിലുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ട് തിങ്കളും ബുധനും മത്സ്യമുണ്ട്, പച്ച മത്സ്യം. ശനിയാഴ്ച ആട്ടിറച്ചി. മട്ടൻ കൊടുക്കും. മട്ടൻ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം അത് തന്നെയാണ്. 100 ഗ്രാം മട്ടൻ കിട്ടും ഒരു ശനിയാഴ്ച. പിന്നെ അല്ലാത്ത ദിവസം അല്ലെങ്കിൽ ഈ ഫിഷും മട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ചോറ്, ഉച്ചയ്ക്കാണെങ്കിൽ അവിയൽ എല്ലാ ദിവസവും ഉണ്ട്, മോര്, തീയൽ, പിന്നെ തോരൻ, അച്ചാർ. വൈകുന്നേരം ആകുമ്പം പുഴുക്കുണ്ടാവും. രാത്രി ചോറുണ്ട്. ആ ചോറിൻ്റെ കൂടെ തന്നെ ചില ദിവസങ്ങളിൽ വേറെ പുഴുക്ക്. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു മെനുവാണ് നമുക്കുള്ള അതെന്താ വെച്ചാൽ രാവിലെ നമ്മൾ ഗോതമ്പ് കൊടുക്കുക. പണ്ട് ഉണ്ടേന്ന് കേട്ടുണ്ടല്ലോ, ഞാനൊക്കെ സർവീസ് വരുമ്പോൾ ഉണ്ടയാണ്. ഉണ്ട അത്ര മോശമല്ല കേട്ടോ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ബ്രിട്ടീഷുകാർ ചെയ്ത് നല്ലതായിരുന്നു. അല്ല, അത് മോശമല്ല. ആ ഉണ്ട പ്രത്യേക രീതിയിലാണ് വേവിക്കുന്നത്. നമ്മൾ ഈ ഉണ്ട വീട്ടിലുണ്ടാക്കാൻ പോയാൽ അത് അങ്ങനെ കിട്ടത്തില്ല. വെള്ളം തിളച്ച് വരുമ്പം അതിനെ ഉരുട്ടി ആ പ്രത്യേക ഒരു ചൂടിലിട്ടിട്ട് ആണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങൾ, അത് കണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെ വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ വെള്ളം എടുത്ത് കുടിക്കുന്നതൊക്കെ. ഉണ്ട മാറ്റി പിന്നീട് നമ്മൾ മെനു പരിഷ്കരിച്ചു, ചപ്പാത്തിയാക്കി. ചപ്പാത്തി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചപ്പാത്തി അല്ല. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാവും, നാളെ ചപ്പാത്തി ഉണ്ടാവും, പിറ്റേ ദിവസം ഉപ്പുമാവ് ഉണ്ടാവും, ചപ്പാത്തി. ഞായറാഴ്ച ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉപ്പുമാവ് മാറി മാറി ഉണ്ടാവും. ചപ്പാത്തിക്ക് കറിയുണ്ട്, ഉപ്പുമാവിനും കറിയുണ്ട്. അങ്ങനെയാണ് രാവിലത്തെ മെനു എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ചോറ്, ചായ ഉണ്ട്, രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. പിന്നെന്താ ധൈര്യമായിട്ട് പോകാമല്ലോ നമുക്ക്. മുടി വെട്ടുന്ന
കാര്യം സാർ? മുടി വെട്ടെന്ന് പറഞ്ഞാൽ അത് മാസത്തിലൊരിക്കലും അയാൾ മുടി വെട്ടണം, ആഴ്ചയിലൊരിക്കൽ ഷേവ് ചെയ്യണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണോ? നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്ലോക്കാണ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് ഒരു ബാർബർ ഷോപ്പ് ഉണ്ടാവും, അതിനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഒരു 3-4 പേര് ഇത് ചെയ്യാനുണ്ടാവും. അവരുടെ ജോലി ഇത് തന്നെയാണ്. രാവിലെ ഇറങ്ങി ഇവിടെ ഷേവ് ചെയ്യുക, മുടി വെട്ടുക. അപ്പോൾ ഈ ബ്ലോക്കിനാണ് ഇന്നത്തെ ദിവസമെങ്കിൽ ആ ബ്ലോക്കിലെ ആൾക്കാരെ മേശരി വിളിച്ചിട്ട് എണ്ണം കൊടുത്തു. അല്ല അവർക്ക് ഇതിനുള്ളിൽ രാവിലെ നമ്മൾ അൺലോക്ക് ചെയ്താൽ മറ്റ് 10 ഒഴികെ ബാക്കിയുള്ള ബ്ലോക്കിൽ എല്ലാവർക്കും അങ്ങോട്ടും പോകാൻ പറ്റില്ല, ബ്ലോക്കിനുള്ളിൽ പോകാം. അപ്പോൾ ആ ബ്ലോക്കുകാർ അവിടെ പോയിട്ട് ഷേവ് ചെയ്യുന്നു, മുടി വെട്ടുന്നു. പക്ഷേ എല്ലാവരും വെട്ടിയോ അല്ലെങ്കിൽ ഷേവ് ചെയ്തൊന്നും നോക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അതിനുള്ള ഇതുമില്ല, സ്റ്റാഫും ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതായിട്ട്. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു വേണമെങ്കിൽ എന്ന് വേണം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അയാൾ ഒഴിവാകാനുള്ള ഒരു തന്ത്രമൊക്കെ ചിലപ്പോൾ അയാൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അവിടെ വന്നാണ് വെട്ടുന്നത്, ഇവരങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഈ ബ്ലോക്കിലേക്ക് മാത്രം അവിടുന്ന് വന്ന് വെട്ടും, ആഴ്ചയിലൊരിക്കൽ വന്ന്. ആ സമയത്ത് ചിലപ്പം മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, ഒക്കെ സാധ്യതയുണ്ട്. അയാൾ ഒരു കൈ ഇല്ലാത്തതുകൊണ്ട്, കൈപ്പത്തി ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടീനെ ട്രെയിനിൽ, ആരോഗ്യവതിയായ ഒരു പെൺകുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു വാദമൊക്കെ കോടതിയിൽ നിന്ന് വന്നിരുന്നല്ലോ. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടി സാഹസികമായിട്ട് ഒറ്റ കൈ കൊണ്ട് പിടിച്ചു കയറി ചാടാൻ പറ്റിയ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ കിണറ്റിൽ ചാടി ഒളിക്കാൻ പറ്റിയ ഒരു മനുഷ്യന് ഇത് ഒരു ട്രെയിനിൽ നിന്ന് പെൺകുട്ടീനെ തള്ളിയിടാൻ പറ്റും എന്നുള്ളതാണല്ലോ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാദത്തിന് അപ്പീൽ പോകാൻ പറ്റുമോ ഇനി നമുക്ക്, അതായത് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട്? ജയിലിലെ സമയത്തോളം നമുക്ക് റോളില്ല. ഞങ്ങൾക്ക് ജയിൽ വകുപ്പെന്ന് പറയുന്നത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് ചെയ്യേണ്ട സർക്കാരാണ്. പക്ഷേ അതൊക്കെ പണ്ടേ ചെയ്യേണ്ടതാണ്. കാരണം അപ്പീൽ അവിടുന്ന് സുപ്രീം കോടതി ഇത് തള്ളിക്കഴിയുമ്പോൾ തന്നെ വീണ്ടും അപ്പീൽ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അന്ന് അന്വേഷിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഫൈനൽ വെർഡിക്റ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. സുപ്രീം കോടതി പോസിബിലിറ്റി ഇല്ല, കാരണം സുപ്രീം കോടതിയുടെ വിധിയല്ലേ വന്നേ, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിപ്പം ഗോവിന്ദച്ചാമിയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കൗതുകമാണ്. സിനിമയിലൊക്കെ കണ്ടിട്ട് സിനിമയെ കാണുന്ന പോലെ തന്നെയാണോ ഇവർ ഫുൾ ടൈം യൂണിഫോം ഇട്ടിട്ടാണോ, അല്ലെങ്കിൽ അതിൽ കാണുന്ന പോലെ ചില സിനിമയിൽ കത്ത് വരുന്നത് കാണിക്കുന്നു, ഭക്ഷണം വിളമ്പുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഡബ്ബേന്നൊക്കെ വെള്ളം എടുത്ത് കുളിക്കുന്നു നിന്നിട്ട്, അതൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയെ കാണുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണോ ജയിലിൽ കൂടുതലായിട്ടും? അതായത് സിനിമയെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വളരെ അപര്യാപ്തതയിലാണ് ജയിലുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ എടുത്തിരിക്കുന്ന സെൻട്രൽ ജയിലിലുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ തന്നെ എടുത്താൽ 900-ത്തിനടുത്തുള്ളതിൻ്റെ ശേഷി, ഇപ്പോൾ വിയ്യൂരെടുത്ത 500-600 ശേഷി. പക്ഷേ അവിടെ 1000-ൽ കൂടുതൽ തടവുകാർ കിടക്കുന്നു, കണ്ണൂരും കിടക്കുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, മറ്റുള്ള ജയിലുകളിൽ, ചെറിയ ചെറിയ ജയിലുകളിൽ അവിടെ ഓവർ പോപ്പുലേറ്റഡ് ആകുമ്പോൾ അവിടെയുള്ള റിമാൻഡ് തടവുകാരെ കൂടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഈ പറഞ്ഞ ശിക്ഷാ തടവുകാർ കൂടാതെ റിമാൻഡ് തടവുകാർ, പിന്നെ നമ്മുടെ ഈ കാപ്പ എന്ന് പറയുന്ന കാപ്പ ചുമത്തുന്നത്. അപ്പം ആ ആക്ട് വന്നതിന് ശേഷം നമ്മൾ കേരളത്തിലെ മുഴുവൻ കാപ്പ തടവരാൻ പാർപ്പിക്കുന്നത് 2 ജയിലിലാണ്. ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ, പിന്നെ ഈ വിയ്യൂർ സെൻട്രൽ ജയിലിൽ. ഇപ്പോൾ ഹൈ സെക്രട്ടറിയിലും കുറച്ച് പേരെ പാർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, ഈ 4 ജില്ലകളിലെ കാപ്പ തടവരെ കണ്ണൂർ സെൻട്രലിലാണ് പാർപ്പിക്കുന്നത്. ബാക്കിയുള്ള നമ്മുടെ 10 ജില്ലകളിലെയും തടവരെ തൃശ്ശൂർ പാർപ്പിക്കുന്നത്. പക്ഷേ ഈ 4 ജില്ലകളിലുള്ളത് തന്നെ നല്ല ആൾക്കാരുണ്ട്, അവർ കണ്ണൂരാണ് കിടക്കുന്നത്. ഇപ്പം ഓവർ പോപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ ജയിലുകൾ. അപ്പോൾ ഇതിന് ഇത്ര തടവുകാർക്ക് ഇത്ര പോലീസുകാരന് ഒരു റേഷ്യോ ഉണ്ടാവില്ല, അതിലും ഒരു താളം തെറ്റിൽ വന്നിട്ടുണ്ടാവുമോ? അത് 1:6 ആണ് നമ്മൾ ഇൻ്റർനാഷണലി അംഗീകരിച്ചിരിക്കുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 6 തടവുകാർക്ക് ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ അർത്ഥമാക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏതാണ്ട് 2415 തോന്നുന്നു മൊത്തം നമ്മുടെ ഉദ്യോഗസ്ഥർ. അതിൽ തന്നെ ഈ പറയുന്ന അവരുമായിട്ട് നേരിട്ട് ഇടപെടുന്ന APO, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ അതേതാണ്ട് 1200 ചില്ലാനുള്ളൂ APOമാർ, 447 മറ്റാന്ന് തോന്നുന്നു DPOമാർ. ഇവരാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുന്നത്. അപ്പം നമുക്കൊരു 7200 പേരെ പാർപ്പിക്കാനുള്ള ശേഷി മാത്രമേ കേരളത്തിലെ ജയിലുകൾക്കുള്ളൂ, എല്ലാ ജയിലിലും കൂടെ നിലവിൽ. പക്ഷേ ഇപ്പോൾ തന്നെ 10,000-ന് മേലെ ആയിട്ടുണ്ട്. അത് സ്ത്രീകൾ കുറവാണ് കേട്ടോ, സ്ത്രീകൾ പണ്ടേ കുറവാണ്. നമ്മുടെ ശേഷിക്ക് അത്രയും പോലും സ്ത്രീകളില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ കുറച്ച് സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോൾ സ്റ്റാഫിനെന്ന് പറയുന്ന കുറവെന്ന് പറയുന്നത് വലിയൊരു കടമാണ്. സ്റ്റാഫിനെ നമുക്ക് കൂട്ടിയേ പറ്റുള്ളൂ എന്ത് വന്നാലും. അതിനൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചാനലുകാരും തന്നെ അത് നിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ഗോവിന്ദച്ചാമി ചാടിപ്പോയി, ഓക്കെ, അത് നമ്മുടെ ഒരു വീഴ്ച തന്നെയാണ്.
പക്ഷേ ഇയാളെ പിടിക്കാൻ പോയത് അല്ലെങ്കിൽ പിടിക്കുന്നതിൽ 90% പങ്കുവെച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്, ജയിലിലെ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ ഗോവിന്ദസ്വാമിയെ നിങ്ങൾ തൂക്കിയെടുക്കുന്ന സീനിൽ കാണുന്ന അവിടെ നിൽക്കുന്ന സ്റ്റാഫ് മുഴുവൻ കണ്ണൂർ സെൻട്രലിലെ സ്റ്റാഫാണ്. അവർ എവിടെ എസ്കേപ്പ് ഉണ്ടായാലും ശരി, നമ്മൾ ജയിലിലെ സ്റ്റാഫ് തന്നെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാക്സിമം ആളെ സംഘടിപ്പിച്ച് അന്വേഷണം നടക്കാറുണ്ട്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര സാറിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാരും ജയിലിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല, ആ സമൂഹത്തിന് അറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ആ സീനിൽ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് കാണുന്ന ആ സെർച്ചിന് പോകുന്ന ആളുകളൊക്കെ തന്നെ എനിക്കറിയാവുന്ന മുഖങ്ങളാണ്. കണ്ണൂർ സബ് ജയിലിലെ സൂപ്രണ്ട് ഉൾപ്പെടെ സെൻട്രൽ ജയിലിലെ മറ്റുള്ള സമയത്ത് ജയിലൊക്കെ തന്നെ ഉണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പിടിക്കുന്ന ആ സീനിൽ കാണുന്ന എല്ലാം തന്നെ നമ്മുടെ സ്റ്റാഫാണ്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പോലും എന്ന് പറഞ്ഞാൽ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ആയിക്കോട്ടെ, അവരതിനെ ഒരു എൻഡോഴ്സ് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നാട്ടുകാരും മീഡിയ പ്രവർത്തകരും മാധ്യമങ്ങളും സഹായിച്ചു അല്ലെങ്കിൽ സഹകരിച്ചു എന്ന് പറഞ്ഞു. ഒരാൾ പോലും എന്താ ജയിലിലെ ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ കൂടെ അതിനെ ഒരു എന്താ ഉദാഹരണം കാണുന്ന രീതിയിലാണ്. ആ പിടിച്ചുകൊണ്ട് വരുന്ന സീനിൽ ഈ മുദ്ദച്ചാമിയെ പിടിച്ച് നമ്മുടെ സ്റ്റാഫും എല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു വനിതാ ഓഫീസർ ആ സീരിയലെല്ലാം ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് ആ വിഷ്വൽസ് അല്ല. ആ വനിതാ ഓഫീസർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ ബലമായിട്ട് പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് പോകുന്ന സീനായി കാണും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നമുക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, നമ്മളതിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ചെയ്തു, നമുക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു പ്രതിയാണ്. പക്ഷെ നമ്മൾ ഈ ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷമത്തിനിടയിലും പോയി ഇത്രയും ചെയ്തിട്ടും അവരൊക്കെ ഒരു അപ്രീസിയേഷൻ കൊടുക്കാനല്ല അവരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒരാളില്ലാതെ പോയത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് സംഭവം. ഇപ്പോൾ എവിടെയും കേരളത്തിൽ എവിടെയും എസ്കേപ്പ് ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 60% ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പോയി പിടിക്കുന്നില്ല. അല്ല, ഇത് മൊത്തത്തിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിലിൽ ഉദ്യോഗസ്ഥർ വേറെ, അതുപോലെ പോലീസ് വേറെ, ഇത് ഒരേ കാക്കി യൂണിഫോം സെയിം ആണ്, യൂണിഫോം സെയിം. അത് ഞാൻ മീഡിയ കുറ്റം പറഞ്ഞല്ല, അല്ലെങ്കിൽ വേറെ ആരും കുറ്റം പറഞ്ഞല്ല. പക്ഷെ അത് പറയേണ്ട ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങൾ മീഡിയ ചാനലുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ പറയാം ജയിലിലെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരും കൂടെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാമെന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ ഈ ജയിലിൽ ചാടിക്കഴിഞ്ഞിട്ട് ഒരാൾ തിരിച്ചു കിട്ടുമല്ലോ, തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? തിരിച്ചു കൊണ്ടുവന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. തിരിച്ചു കൊണ്ടുവരുന്നത് അടിക്കും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് ഊഹിക്കാം. അപ്പോൾ അടിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആദ്യ പ്രതികരണം ആ സീൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അയാളെ പിടിച്ചിങ്ങനെ തൂക്കി കൊണ്ടുവരുമ്പം ഒരാൾ ഒരു അടി കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതൊരു പ്രതികരണമാണ്. ജയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എസ്കേപ്പാണ്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ സ്ഥലത്ത് മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. ഒരു തടവിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എസ്കേപ്പിനുള്ള സാധ്യത അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കുക, ഇത് അവരുടെ ചിന്തയിൽ വരുന്ന കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ജയിലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത്രയും ക്യൂരിയോസിറ്റിയോടി ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നതിന് ഈ ചാട്ടം ഉള്ളതുകൊണ്ടല്ലേ, ഗോവിന്ദച്ചാമി ചാടിയതുകൊണ്ടല്ലേ. അതേസമയം വേറൊരു തടവുകാരനെ അടുത്ത ചാടിയെങ്കിൽ നിങ്ങൾ ഇത്ര പുറകെ പോകത്തുമില്ല. ഞാൻ പറഞ്ഞത് അത്തരം ഹാർഡ് കോർ ക്രിമിനൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയും നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും ജയിലിൽ പോകാൻ സാധ്യതയുള്ള ആളുകളായിട്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു പൗരൻ, മനസ്സിലായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വരുന്ന ആളുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിടാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഒരാൾക്ക് വരുമ്പോൾ ഈ സംവിധാനത്തിലേക്ക് ഇയാൾ കടന്നു വരികയാണ്, അപ്പോൾ അയാളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം, അതിനുള്ള സാധ്യതകൾ, ഇതാണ് നീ ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് അതിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംഭവം ഉണ്ടാക്കുക. കണ്ണൂർ സെൻട്രലിലെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പടി അതേപടി കിടക്കുക എന്ന് വെച്ചാൽ വളരെ ഷാബിയായിട്ടുള്ളതും വളരെ അതുപോലെ ജയിലില്ല കേരളത്തിൽ ശരിക്കും പറയാം. ഞാൻ ജില്ലാ ജഡ്ജി നിസാർ സാറിനെ വ്യക്തിപരമായിട്ട് വിളിച്ചുകൊണ്ട് വന്നത് കാണിക്കുകയും രണ്ട് സമയത്തുള്ളത് പറയാൻ നേരത്തൊക്കെ പറയാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നന്നാക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത വെച്ചാൽ ഒരാളെ ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് മാക്സിമം അയാളെ ഈ സൗകര്യങ്ങളൊന്നും കൊടുക്കരുത്, ടോർച്ചർ ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പൊതുവികാരം. അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനാണ് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു മെയിൻ സ്ട്രീം കാഴ്ചപ്പാടുന്നത് ഏത് കാര്യത്തിനെ കുറിച്ച്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരു തടവുകാരനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുകൂടെ നമ്മൾ വിലയിരുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ ഇടയിലുള്ള മാനസിക രോഗികളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതേപോലെയാണ് തടവുകാർ. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണത്.
പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ നിലനിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അയാൾക്ക് അങ്ങനെ ചെയ്ത് ജയിൽ തടവെന്ന് പറയുന്നതാണ് ശിക്ഷ, അല്ലാതെ അവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കുന്നതല്ല ശിക്ഷ. അത് നമ്മളാരെ ഏർപ്പാടാക്കിയിട്ടുമില്ല. സമൂഹത്തിൽ നിന്നും വരുന്ന ഒരാളെ സാധ്യമാകുന്ന വിധത്തിലൂടെ നമുക്ക് ആ ഒരു കറക്ഷനൊക്കെ വരുത്തി വീണ്ടും സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. കാരണം അയാൾ വരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്, ഒരു വീട്ടിൽ നിന്നാണ്. നിങ്ങളീ പറയുന്ന ഒരു 10% ഇത്തരത്തിലുള്ള തടവരെ കളയുക ഉൾപ്പെടെയുള്ള ബാക്കി 90% അല്ലെങ്കിൽ 80% വരുന്ന തടവെന്ന് പറയുന്നത് ചിലപ്പോൾ ആകസ്മികമായിട്ട് ചെറിയ കുറ്റം ചെയ്യുന്നവർ, തുടർച്ചയായിട്ട് കുറ്റം ചെയ്യുന്നവരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. 60-70% വരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരും. നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളനുസരിച്ച് സമൂഹത്തിൻ്റെ തന്നെ വരുന്നവർ. അപ്പോൾ അവരെ കറക്ഷനൊന്നും വിധേയരാക്കരുത്, അവർക്ക് ആരും സൗകര്യം കൊടുക്കരുത് എന്ന് പറയുന്ന പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ഉൾപ്പെടെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവം അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ചെയ്യുന്നത്. ആ പൊതുബോധത്തെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തി വെക്കുക. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ പറയുന്ന അന്നുണ്ടായിരുന്ന ജയിലുകളല്ലാതെ 2-3 ജയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി, ഒരുപാട് കോടതികളുണ്ടാക്കി, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാക്കി. ഇവിടേക്കൊക്കെ പുതിയ സ്ഥാപനം വെച്ചു. അല്ലെങ്കിൽ ഒരു ജയിൽ പോലും നമ്മൾ ഇതുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് ഒരു സെൻട്രൽ ജയിലാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമ്മുടെ ജയിലുകളിൽ ചെറിയ ജയിലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ 100 വർഷങ്ങൾക്കോ 7 വർഷങ്ങൾക്കോ ഒക്കെ മുമ്പുണ്ടായിട്ടുള്ള ജയിലുകളാണ്. അത് അന്നത്തെ ആ ടൗണിൽ അന്നത്തെ ആവശ്യകത അനുസരിച്ച് യാത്രാ സൗകര്യം കുറവുള്ള കാലത്തും ഒക്കെ ആയിട്ട് ടൗണുകൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എറണാകുളം എടുത്ത് നോക്കുക, നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം അവസാനം പണിത ജില്ലയിൽ പോലും ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. താഴെയുള്ള സബ് ജയിൽ, മട്ടാഞ്ചേരി സബ് ജയിൽ, ആലുവ ജയിൽ, ഈ മാതിരി ജയിലുകളിൽ പോയുള്ള പ്രശ്നം ഇതിരിക്കുന്നത് ഇങ്ങനെ വന്ന് ചുറ്റിനും കെട്ടിടങ്ങൾ വന്ന് ചുറ്റിനും മറ്റ് സ്ഥലങ്ങളൊക്കെ വന്ന് ഇതങ്ങ് കൺജസ്റ്റഡായി. ഇതിനുള്ളിൽ തന്നെ സ്ഥലങ്ങളില്ല, ഒട്ടും സ്ഥലമില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം വല്ലാത്ത പ്രശ്നങ്ങളാണ്. അപ്പം ഇനി ഇങ്ങനെയുള്ള ചെറിയ ടൗണിൻ്റെ നടുക്ക് വീർപ്പ് കൂട്ടി കഴിയാൻ നമുക്ക് പറ്റില്ല. ജയിലുകൾ മനുഷ്യന് ശുദ്ധവായു വേണം, അല്ലെങ്കിൽ അവന് കുറച്ചെങ്കിലും ബേസിക് വേണം. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഈ ജയിലുകളൊക്കെ തന്നെ ചെറിയ ജയിലുകൾ നമ്മളിപ്പം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു പുതിയ സെൻട്രൽ ജയിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. തെക്ക് നല്ല കാര്യം തന്നെ. പക്ഷേ സെൻട്രൽ ജയിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല. കാരണം ഒരു സെൻട്രൽ ജയിലൂടെ വരുമ്പോൾ അവിടെ വരാൻ പ്രശ്നം വെച്ചാൽ സബ് ജയിലിൽ നിന്നുള്ള വീണ്ടും ആളുകൾ അങ്ങോട്ട് കയറ്റിവിടുക, അവിടെ വീണ്ടും ആളുകൾ കൂടുക ചെയ്യുക. ശരിക്കും നമ്മുടെ ചെറിയ ജയിലുകൾ മാറ്റി സ്ഥാപിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. സാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം സൂപ്രണ്ട് അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ കോഴിക്കോടേക്ക് വന്നത്. ആ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇത് അറിയായിരുന്നു ഈ ജയിലറും പോലീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ജയിൽ ഉദ്യോഗസ്ഥൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ? ഇല്ല, അങ്ങനെ നമുക്കറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്താണ് എനിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ കോഴിക്കോട് വരുന്നത് നമ്മൾ പേടിച്ചാണ് ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ കോഴിക്കോട് ചെല്ലുന്നു, അവിടെ ഒരു 10-15 ദിവസം അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോഴിക്കോട് ജയിലെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കേരളത്തിലെ ജയിലുകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രത്യേകതയുള്ള ജയിൽ തന്നെ. കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാനൊന്ന് പോകുമ്പോൾ ഇപ്പോൾ കാണുന്ന പുതിയ ബിൽഡിങ്ങൊന്നുമില്ല, പഴയ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കോഴിക്കോട് ടൗണിൻ്റെ മാർക്കറ്റിലുള്ള അവിടെ നിന്നുള്ള ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും, വന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ വിവിധ തരത്തിലുള്ള ആൾക്കാർ. എങ്കിലും പഠിക്കാൻ പറ്റിയ ഒരു ജയിലും അല്ലാത്തൊരു ജയിലാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. വല്ലാത്ത ജയിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വല്ലാതെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ജീവനക്കാർക്കും തടവുകാർ, എല്ലാ തരത്തിലുള്ള ക്രൈമിലുള്ള ആൾക്കാരും, പിന്നെ ഒരു പ്രശ്നം ഉള്ള തടവുകാരും ഒക്കെ ആയിട്ടൊരു ഒരു പ്രത്യേക സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയുന്നത്. സാർ ആദ്യമായിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു അടി സംഘർഷം കാണുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് അന്നൊന്നും മാത്രമല്ല, ഇന്നും എപ്പോഴും ഉള്ള സംഭവമാണ് ജയിലിനുള്ളിൽ വയലൻസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്ന ജയിലുകളുണ്ടാവും, മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്കില്ല ഇപ്പം നമ്മൾ ഒരു 1000 മനുഷ്യർ കിടക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ 1500 മനുഷ്യർ കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. നല്ല വേനൽക്കാലം ഉണ്ടാകുമ്പോൾ വേർത്ത് വിളിച്ച് നമ്മൾ കിടക്കുമ്പോൾ ഒരുത്തൻ എൻ്റെ മേത്ത് മുട്ടി എന്ന് പറയുന്നത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ അതൊരു ചെറിയ കാരണമാകും. അല്ലെ അങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഇവർ തമ്മിലിടയ്ക്കുണ്ടാകുന്ന ഗാങ്ങുകൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവച്ചിട്ട് നിരന്തരം വയലൻസ് ഉണ്ട് ജയിലിനുള്ളിൽ. ഇവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അതായത് കുറേ കാലം ഇങ്ങനെ അടച്ച് കിടക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാണ്ടൊക്കെ കിടക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പല രീതിയിലാണ്. ഇപ്പം ഒരു കാലത്തും പുറത്തോട്ട് പോകാത്ത ആൾക്കാർ, ആരും വന്ന് കാണാനില്ലാത്തവർ, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവാത്ത ആൾക്കാർ, പിന്നെ പ്രായമായ ആൾക്കാർ, അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള ആൾക്കാർ കിടക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസാണ്. ആ ഫ്രസ്ട്രേഷനാണ് നമ്മളെപ്പോലുള്ള ഉദ്യോഗസ്ഥരിലേക്കും പകരുന്നത്.
ഉദ്യോഗസ്ഥരും ഫ്രസ്ട്രേറ്റഡ് ആണോ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ്സ് ഉള്ള അല്ലെങ്കിൽ അതേപോലെ ടെൻഷനുള്ള ഒരു മേഖലയാണ് നമ്മുടെ തൊഴിൽ പരിസരവും തൊഴിലിൻ്റെ പ്രത്യേകതയും. സാധാരണ സർക്കാർ ഉദ്യോഗം അല്ലല്ലോ. ഇപ്പം അത് കോമണാണ്. ലോകമെമ്പാടുമുള്ള ജയിലുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഈ ജയിലിൻ്റെ പ്രത്യേകത പോലീസിനെ പോലെ അല്ല. ജോലിക്ക് കയറി കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ട്രെയിനിങ്ങിന് വിളിക്കുന്നത്. കാരണം നമുക്ക് ആൾ കുറവാണ്. ട്രെയിനിങ് കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ നമ്മുടെ ആളില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംവിധാനം കൂടുതൽ ആളുകളെ നമുക്ക് റിസർവ് ഫോഴ്സൊക്കെ വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ആദ്യം തന്നെ ട്രെയിനിങ് കൊടുത്ത് ഇങ്ങോട്ട് പോകും. പക്ഷേ അതാണ് വേണ്ടത്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സാഹചര്യത്തിൽ നന്നാവാനും ചീത്തയാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു 30 വർഷത്തെ ജീവിതത്തിൽ ഒരു കുറ്റം ചെയ്തു പോയി എന്ന് റിഗ്രറ്റ് തോന്നി വിഷമിച്ച് ജയിലിൽ കിടക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. അല്ല, അവരൊക്കെ പരിവർത്തനത്തിന് വിധേയമായ തയ്യാറാണ്, സാധ്യതയുള്ളവരാണ്. നിങ്ങൾക്കറിയോ, ഏറ്റവും നന്നായിട്ട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലമാണ് ജയിൽ, ലൈബ്രറി ഉള്ളത്. ഏറ്റവും നന്നായിട്ട് വായനയുള്ള നടക്കുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മളാണ് ഒരാളാണ് ജയിലിൽ നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ ജയിൽ ജീവിതം വന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇങ്ങനെ ഗുണകരമാക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കുന്നു, അല്ലെ വായനയിലൂടെ പോകുന്ന ആൾക്കാർ, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ, ഒരു കാര്യത്തിൽ ഇടപെടാതെ പോകുന്നവർ, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ. അതിലൂടെ അവരവരെ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് പോകുന്നു. കാരണം അവർക്ക് കുടുംബമൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് ചിന്തയുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. അങ്ങനെയാണ് ആൾക്കാർ കൂടുതൽ റിഗ്രറ്റുള്ള ആൾക്കാർ, ഇനി യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട ഏതെങ്കിലും മനുഷ്യരെ കുറിച്ച് ഓർത്ത് പറയാനുണ്ടാവോ? പറയാൻ ഇങ്ങനെ മുഖങ്ങളിങ്ങനെ ഒരുപാട് പോകുന്ന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എടുത്തു പറയാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്തെന്ന് പറയാൻ ആളുകളെ ഒരു വ്യക്തിപരമായിട്ട് പേര് പറഞ്ഞെടുക്കാൻ ആളുണ്ടാവില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നമ്മൾ സിനിമയിൽ അല്ലാണ്ട് വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള പരോള് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾ മറ്റേ കഞ്ചാവ് കടത്തി ഉള്ളിലേക്ക് ബീഡി കടത്തി അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള കേസിൽ ഇതൊരു പരിശോധനയ്ക്ക് ശേഷമല്ലേ ജയിലിനകത്തേക്ക് കയറ്റുന്നത്? അതെ, തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് ശേഷമാണ്. പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ജയിലുകളിലെ പരിശോധനയ്ക്ക് ഇപ്പം വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പം പോലീസ് സംവിധാനമാണ് അവിടെ പരിശോധന. നമുക്കതിൽ പങ്കില്ല. നമ്മൾ ഈ വന്ന് ഉള്ളിൽ കിടക്കുന്നതിന് മുമ്പുള്ള പരിശോധന നടത്തുന്നവരാണ്. പലപ്പോഴും ഈ തടവുകാർ പരിശോധനയ്ക്ക് വിധേയരാൻ സമ്മതിക്കാറില്ല. പിന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പരിശോധിക്കാനുള്ള നമുക്കുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്. അപ്പം വളരെ വിദഗ്ധമായിട്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സാധനങ്ങളൊക്കെ കടത്തി കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന കൂടുതൽ കഞ്ചാവോ അല്ല മറ്റു സാധനങ്ങളൊക്കെ അകത്തേക്ക് വരുന്നത്. അല്ലാതെ വരുന്നുണ്ടോ കേട്ടോ, ഇല്ലൊന്നും പറയാൻ പറ്റില്ല. മതിലെ മേലെ കുടഞ്ഞു കൊടുക്കുന്നു, അല്ല മറ്റു പല രീതിയിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ടാവും, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിശോധന എന്ന് പറയുന്നത് ഫലപ്രദമായിട്ട് നടക്കുമെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പരിശോധനയുണ്ട്, പരിശോധിച്ചിട്ടാണ് വിടുന്നത്. അല്ലാതെ തന്നെ ആ പരിശോധനയിൽ നിന്നും കടന്നു പോകാനുള്ള ഒരു സംഭവമൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് പോകുന്നുണ്ട്. സാർ അതുപോലെ തന്നെ അവിടെ പണിയെടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒക്കെ പറ്റുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു അവസരമുണ്ടോ? അത് ജയിൽ പരിഷ്കരണത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അവർക്കൊക്കെ അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട്. കൂലി എന്ന് പറഞ്ഞാൽ അവരുടെ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അവർക്ക് വേണ്ടി വരുന്ന ചിലവ്, ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ ചിലവൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ് കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതും റിവൈസ് ചെയ്യുന്നതും കമ്മിറ്റിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന എനിക്ക് തോന്നുന്നു 60 ആണെന്ന് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ, 60 70 മറ്റാണ് ഏറ്റവും കുറഞ്ഞ കൂലി. പിന്നെ 120. അതങ്ങനെ കൂടി ഈ ചപ്പാത്തിയിലൊക്കെ ആ യൂണിറ്റ് പണിയെടുക്കുന്നവർക്ക് 200 രൂപ വരെ ഒരു ദിവസമുണ്ട്. ഓരോ പണിക്ക് ഓരോ പൈസയാണ് കൊടുക്കുന്നത്. അത് ആദ്യം വരുന്ന ഒരാളെ നമ്മൾ ഒരു ട്രെയിനി പോലെ ഒരു 6 മാസത്തേക്ക് അയാൾ ഇത്ര ദിവസം റെമിഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. 6 മാസത്തേക്ക് ഏറ്റവും താഴ്ന്ന സ്ലാബിലുള്ള കൂലി കൊടുക്കുന്നു. പിന്നെ അയാൾക്കൊരു 6 മാസം കഴിയുമ്പോൾ അടുത്ത സ്ലാബിലേക്ക് മാറ്റുന്നു. അപ്പം 120 രൂപ പെർ ഡേ വരും. കല്ലുപണി എടുക്കുന്നവർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്കും ഒരേ അല്ല, ചപ്പാത്തി യൂണിറ്റ് അത് കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകുന്നവർക്ക് 200 രൂപ വരെ ഉണ്ട് കൂലിയുണ്ട്. 170 200 ഉണ്ട്. അപ്പോൾ ഈ കൂലിയെ നമ്മൾ ഓരോ മാസവും അയാൾ ജോലി ചെയ്ത അറ്റൻഡൻസ് നോക്കിയിട്ട് അത് ബില്ല് എഴുതി നമ്മൾ ബേസ് കാൽക്കുലേറ്റ് ചെയ്ത് ട്രഷറി കൊടുത്ത് പണം മാറിയത് 3 പോർഷനാക്കും. ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് റിലീസ് ചെയ്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അയാൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഫാമിലി പോർഷൻ എന്ന് പറയും, അത് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. പിന്നെ പറഞ്ഞാൽ ക്യാൻറ്റീൻ പോർഷൻ എന്ന് പറയും. ഈ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, പണ്ട് കാലത്തെ മുതൽ ഇപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ആഹാര സാധനങ്ങൾക്ക് പുറമേ കുറച്ച് സ്നാക്സോ മറ്റ് സാധനങ്ങളൊക്കെ ക്യാൻറ്റീൻ വഴി വിതരണം ചെയ്യുന്നുണ്ട്. പിന്നീട് അവർക്ക് ദൈനംദിനം വേണ്ട മറ്റ് സാധനങ്ങൾ, ചെരുപ്പ് അല്ലെങ്കിൽ ബക്കറ്റ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ക്യാൻറ്റീൻ വഴി ഉണ്ട്. തന്നെ ക്യാൻറ്റീൻ നമ്മൾ ഉദ്യോഗസ്ഥർ അല്ല, നമ്മൾ തന്നെ നടത്തുന്നതാണ്. ഉദ്യോഗസ്ഥന് ചാർജ് ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മളെല്ലാം സൊസൈറ്റി വഴിയാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ സാധനങ്ങൾ സൊസൈറ്റി വഴി വാങ്ങുന്നു, അതിൽ സ്റ്റോക്കൊക്കെ വെക്കുന്നു, സൂക്ഷിക്കുന്നു. തടവുകാരാണ് മറ്റ് ജോലിയൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിതരണം നടത്തുന്നു, കണക്കെഴുതുന്നതൊക്കെ തന്നെ അവർ ഉപയോഗിച്ച് ചെയ്യുന്നു.
ഒരു വലിയ ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരു സംഭവമാണ് സെൻട്രൽ ജയിലുകൾ വില ക്യാൻറ്റീൻ. വ്യത്യാസമുണ്ടോ? നമ്മൾ ആ പറയുന്ന നമുക്ക് കിട്ടുന്ന ലാഭമൊന്നും എടുക്കാതെ മാർജിൻ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ക്യാൻറ്റീൻ പോർഷനോടെയാണ് ഇപ്പം ഈ നമ്മളവർ വീട്ടിലേക്ക് ടെലിഫോൺ ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്ന് കാണുന്ന സംവിധാനം ഇപ്പൊ വീട്ടുകാരൊക്കെ വന്ന് കാണുന്ന ഇങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടോ? ആഴ്ചയിൽ 3 പ്രാവശ്യം അവർക്ക് കാണാം, വന്ന് കാണാം. അവരുടെ ബന്ധുക്കളോ വക്കീലോ ആർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വന്ന് കാണാം. അതിന് ID കാർഡ് വേണം, പിന്നെ ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. അങ്ങനെ ജയിലിൽ തന്നെ അപേക്ഷയൊക്കെ സ്വീകരിക്കുന്നു. അപ്പൊ കൂടെ ആൾ നിൽക്കും, എന്താ പറയുന്നതെന്ന് കേൾക്കാനൊക്കെ നമുക്ക് വെൽഫെയർ ഓഫീസർമാരുണ്ട് വലിയ ജയിലുകൾ. അപ്പോൾ അവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ മേശിട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവും, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടാവും. അതിനപ്പുറത്ത് അവർ നിൽക്കുന്നു, അകത്ത് തടവാൻ നിൽക്കുന്നു, വരുന്നവർ പുറത്ത് നിൽക്കുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് അത് കേൾക്കാനായിട്ട് നമ്മൾ അവിടെ ഡ്യൂട്ടിക്കാരനുണ്ടാവും. അയാൾ മാറി നിറയ്ക്ക് നിൽക്കുന്നത്, അയാൾ കേൾക്കാം, ഇതെല്ലാം കാണുന്നുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പം പുസ്തകം പോലെയുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ അകത്തേക്ക് കയറ്റാൻ അത് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽഫെയർ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് അല്ലെങ്കിൽ സൂപ്രണ്ട് അപേക്ഷ കൊടുത്തിട്ട് അത് വാങ്ങി നമ്മൾ പരിശോധിച്ചിട്ട് കൊടുക്കാം. ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്രയും ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ അവർ ഒരു പരിവർത്തനത്തിലേക്ക് ഇനി മാറില്ല എന്നുള്ള ഒരു സ്വഭാവമുള്ള ആളുകളൊക്കെ ജയിലിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോലും കോടതി തയ്യാറാവാതിരിക്കുകയും ഇങ്ങനെ ജയിലിലേക്ക് ഇട്ട് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ജയിലർമാർ അതിനെങ്ങനെയാണൊന്ന് കൺട്രോൾ ചെയ്ത് പോകും? ഇത്രയും ഒരു കൊടും ക്രിമിനലിനെ അവിടെ കിടക്കുമ്പം ബാക്കിയുള്ളവരുമായിട്ട് ഇതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഓവർ പോപ്പുലേറ്റഡ് ആയ ഒരു സാഹചര്യത്തിലും കൂടെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുണ്ട് നമ്മുടെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊന്നും വലിയ പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പണ്ടൊക്കെ പാർപ്പിക്കണത്, പിന്നീട് അത് പറ്റില്ല എന്നായി. ഇവരുടെ ഒപ്പം തന്നെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധിക്കാമെന്നൊക്കെ തന്നെയാണ് കൂടുതൽ. അപ്പം നമ്മൾക്ക് എപ്പോഴും അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളുടെ അപര്യാപ്തകൾ പലതുണ്ട്. അപ്പോൾ ഇവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗോവിന്ദസ്വാമി തന്നെ പലപ്പോഴും മറ്റു തടവുകാരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം പറയുന്നൊക്കെ ഒരു കാര്യങ്ങളാണ്. ഇവരെ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് നമുക്കൊരു സൗകര്യം സെപ്പറേറ്റ് ചെയ്ത് പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മതിയായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് ആ രീതിക്ക് ഒരു സിംഗിൾ സെല്ലിലിട്ടിട്ട് നമുക്ക് പുറത്തിറക്കാതെയൊക്കെ തന്നെ നോക്കാനും പിടിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും, കുറയ്ക്കാനും പറ്റും. ഓക്കെ സാർ, അപ്പം സാറിൻ്റെ ജയിലിൻ്റെ നിഗൂഢതകളെയൊക്കെ ഒരുവിധം ചുരുളഴിച്ച് തന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.